കേരള ഫിലിം പോളിസി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. മോഹൻലാലും സുഹാസിനി മണിരത്നവും മുഖ്യാതിഥികളായി. മലയാള സിനിമ വികസനത്തിനുള്ള സമഗ്രമായ ചുവടുവയ്പ്പാണ് കോൺക്ലേവ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. Chief Minister used to ceremoniously inaugurate the Kerala Film Policy Conclave. സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് 2 ദിവസത്തെ ഫിലിം കോൺക്ലേവ് സർക്കാർ സംഘടിപ്പിക്കുന്നത്. ചലച്ചിത്ര മേഖലയുടെ വിവിധ വശങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട 9ഓളം വിഷയങ്ങളിലാണ് ചർച്ചകൾ ഉണ്ടാവുക. സമഗ്ര ചലച്ചിത്ര നയം രൂപീകരിക്കാനുള്ള പ്രാരംഭഘട്ടമാണ് കോൺക്ലേവ് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മലയാള സിനിമയുടെ ഭാവി രൂപപ്പെടുത്തുന്ന ദീർഘവീക്ഷണ സ്വഭാവമുള്ള ഒരു നയരേഖയ്ക്കാണ് സർക്കാർ ഇവിടെ രൂപം നൽകാൻ പോകുന്നത്. മലയാള സിനിമയെ കാലത്തിനൊപ്പം നവീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സിനിമയിലെ നിയന്ത്രണമില്ലാത്ത വയലൻസിനെതിരെയും രാസലഹരി ഉപയോഗത്തിനെതിരെയും ശ്രദ്ധ വേണമെന്ന് സിനിമാ രംഗത്തുള്ളവരെ ഓർമ്മിപ്പിച്ചു. സിനിമകളിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത നിലയിൽ വയലൻസ് കടന്നു വരുന്നുവെന്ന് കരുതുന്നവരുണ്ട്. ഇക്കാര്യം ചലച്ചിത്ര സംവിധായകർ ഓർമ്മ വെക്കുന്നത് നന്നാകുമെന്നാണ് തോന്നുന്നത്. ചലച്ചിത്രങ്ങളുടെ ഇതിവൃത്തങ്ങളിൽ നിന്ന് മാത്രമല്ല, ചലച്ചിത്ര രംഗത്ത് നിന്നാകെ തന്നെ മയക്കുമരുന്ന് ഉപയോഗം തുടച്ചു നീക്കാനാവണം. എല്ലാ കാലത്തും മലയാള സിനിമയ്ക്ക് മികച്ച സഹകരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളതെന്നും ചലച്ചിത്ര നയ രൂപീകരണത്തിലൂടെ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുമെന്നും മോഹൻലാൽ. ക്രിയാത്മകവും കേരളത്തിന്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതുമായ ഒരു ചലച്ചിത്ര നയ രൂപീകരണത്തിന് ഈ കോൺക്ലേവ് സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മലയാള ചലച്ചിത്ര പ്രവർത്തകർക്കൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 600ഓളം പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന പരിപാടിയിൽ വെട്രിമാരൻ, റസൂൽ പുകുട്ടി, നവ്യ നായർ ഉൾപ്പെടെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.